Yes, students, in this video, I would like to share with you some of the ideas or some of the concepts related to public expenditure. Let's see. First, let's see the meaning of public expenditure. Public expenditure എന്ന് പറയാം ആ വാക്കിൽ തന്നെ അതിന്റെ മീനിങ്. Public expenditure means expenditure incurred by the public authorities. ഇതിനു വേണ്ടിയാണ് അവർ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്, അല്ലെങ്കിൽ മണി സ്പെൻഡ് ചെയ്യുന്നത്. പബ്ലിക് അതോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഗവൺമെന്റ്. ഇതിനു വേണ്ടിയാണ് അവർ പണം സ്പെൻഡ് ചെയ്യുന്നത്. They spend money for the satisfaction of the collective needs of the citizen or for the promotion of their economic and social welfare. അപ്പം ആ രാജ്യത്തുള്ള ജനങ്ങളുടെ എല്ലാം ക്ഷേമത്തിന് അല്ലെങ്കിൽ അവരുടെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഗവൺമെന്റ് അതോറിറ്റി അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റി സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ രാജ്യത്തിന്റെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. And it is the expenses which the government incurs for its own maintenance and also for the economy as a whole. These expenses of the public authorities that include central, state and local bodies, either in protecting citizens or in promoting their social and economic welfare. And historically, there are two views regarding the government expenditure. ഇപ്പം പബ്ലിക് എക്സ്പെൻഡിച്ചർ ഞാൻ പറഞ്ഞ പോലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നടത്തുന്നത്. പക്ഷെ നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് വ്യൂസ് ആണ് ഈ പറയുന്ന പബ്ലിക് എക്സ്പെൻഡിച്ചറുമായിട്ട് വന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ആദ്യ കാലഘട്ടം നമ്മുടെ ആ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ ഒരു കാലഘട്ടം. നമുക്കറിയാം ആദം സ്മിത്ത്, ജെ.എസ്. മിൽ, ജെ.ബി.സെ അങ്ങനെ അവരുടെ ഒരു കാലഘട്ടം. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു മെയിൻ ആർഗ്യുമെന്റ് എന്താണ്? ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ എക്കോണമിയിൽ ഏറ്റവും മിനിമം ആയിരിക്കണമെന്നാണ്. എന്ന് വെച്ചാൽ ഗവൺമെന്റ് കാര്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും എക്കോണമിയിൽ നടത്തരുത്. അതായിരുന്നു ഈ പറയുന്ന ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ. അവർ മെയിനായിട്ടും പറഞ്ഞു ഗവൺമെന്റിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, ഡിഫൻസ്. വേറെ ഒരു വെച്ചാൽ ഗവൺമെന്റ് ഷുഡ് നോട്ട് ഇന്റർഫിയർ ഇൻ എനി എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് എവറി എക്കണോമിക് ആക്ടിവിറ്റീസ് ഷുഡ് ബി ലെഫ്റ്റ് ടു മാർക്കറ്റ്. അതായിരുന്നു അവരുടെ ഒരു കാഴ്ച. പക്ഷെ ഒരു 30s നമ്മൾ ആ ഗ്രേറ്റ് ഡിപ്രഷനൊക്കെ കണ്ടു. അപ്പൊ അതിനുശേഷം എന്താണ് ഈ പറയുന്ന കാഴ്ചപ്പാടിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. സോ കോൾഡ് ക്ലാസിക്കൽ ഐഡിയാസ് വെയർ റീപ്ലേസ്ഡ് വിത്ത് കെയ്നീഷ്യൻ ഐഡിയാസ്. കെയ്നീഷ്യൻ മോഡൽ അവിടെ പോപ്പുലറായി. കെയ്നീഷ്യൻ കൺസെപ്റ്റുകളിൽ എന്താ പറയുക? കെയ്ൻസ് പറഞ്ഞ ഗവൺമെന്റ് ഒരു എക്കോണമിയെ അതിന്റെ തകർച്ചയിൽ നിന്നും കരകയറ്റുന്നതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഗവൺമെന്റ് സ്പെൻഡിങ് ആണെന്നാണ്. But government should have a proper role in economic development. Government is having a inevitable role in economic development, and the welfare or the welfare of the society or welfare of the citizen mainly that depends on the amount that the government spends on various economic and non-economic activities. എക്കണോമിക് മാത്രമല്ല, നോൺ എക്കണോമിക് ആയിട്ടുള്ള പല മേഖലയിലും ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നു. ഈ എക്കണോമിക്, ഫോർ എക്സാമ്പിൾ കൾച്ചറൽ ഇവന്റ്സ് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ രണ്ട് വ്യൂസ് ആണ് അതിന്റെ ബേസ് ഒരു സാധാരണയാണ്. പിന്നീട് അതിനുശേഷം നമ്മൾ ക്ലാസിക്കൽ ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സ്കൂൾസ് ഓഫ് തോട്ട് വന്നു. അതിൽ ചിലത് ക്ലാസിക്കൽ ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്ത്, ചിലത് ഈ പറയുന്ന കെയ്നീഷ്യൻ ഐഡിയോളജി സപ്പോർട്ട് ചെയ്യുന്ന കുറെ സ്കൂൾസ് ഓഫ് തോട്ട് നമുക്ക് എക്കണോമിക്സ്. ഓക്കെ, ഇതാണ് അവരുടെ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട കുറെ വ്യൂസ്. നൗ ലെറ്റ്സ് സീ, if we look at historically, if we just analyze, we can understand that in all the countries, including the developed countries, there was a tremendous progress in public expenditure. And this was mainly due to various reasons. അതിൽ കുറെ കാരണങ്ങളാണ് എന്തുകൊണ്ടാണ് ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുവാനായിട്ടുണ്ടായ കാരണം. ഒന്നാമത്തെ ഒരു കാരണം ഇൻക്രീസ് ഇൻ ദി ആക്ടിവിറ്റി
activities of the state. സ്റ്റേറ്റിന്റെ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്ത് വെറും ഒരു ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനപ്പുറം ഒരു എക്കോണമിയിലെ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സപ്ലയർ എന്നുള്ള ലെവലിലേക്ക് ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ഗവൺമെന്റ് ഈസ് ഇൻവെസ്റ്റിംഗ് ലോട്ട് ഓഫ് മണി ബോത്ത് ഇൻ physical commodities or physical production of physical commodities, or government is investing in social development of social infrastructure like education, health, etc. But government activities കാര്യമായിട്ട് വർദ്ധിച്ചു. അത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. Then population growth. This is another reason. When the number of people increases, the government should meet the requirements of all its citizens. Government cannot ignore any section or any people belong to any group, or any, cannot segregate, cannot avoid people from benefiting the various kinds of government schemes or programs. Population growth ഒരു കാരണമാണ് government expenditure. Then another one is war and international defense. A lot of money is spending on defense. നമ്മുടെ ഇന്ത്യൻ കേസ് തന്നെ അറിയാം, എത്ര കോടികളാണ്, ഒരു 1-2 ലക്ഷം കോടിയൊക്കെയാണ് നമ്മൾ ഡിഫൻസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. Then agriculture development is another reason. Government should provide all the infrastructure facilities for the development of agriculture. അതിന് വേണ്ട വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസ് കൊടുക്കണം, മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് കൊടുക്കണം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യണം. That is the duty of the government. Then industrial development ഈ പറഞ്ഞ പോലെ എല്ലാ ഫെസിലിറ്റി ഒരു ഫെസിലിറ്റേറ്റർ ആണ് ഗവൺമെന്റ്. Then problem of urbanization always creates a headache for government, all the government, because urbanization creates many problems, economic problems, social problems. Economic problems like housing facilities, then poverty, unemployment, malnutrition, then proper health facility, absence of health facilities, absence of ഇങ്ങനെയുള്ള ഒരുപാട് ലിമിറ്റ് പ്രോബ്ലംസ് ഒരു urban സെക്ടറിലുണ്ട്. urban സെക്ടറിൽ ജീവിക്കുന്ന സാധാരണ എസ്പെഷ്യലി ഇൻ സ്ലം ഏരിയാസ്, നമുക്ക് അവിടുത്തെ ഈ സിറ്റുവേഷനൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് സ്പെൻഡിങ്. അപ്പം when a country develops, ഒരു രാജ്യം വികസിക്കുന്നതിനോടൊപ്പം തന്നെ ആ രാജ്യത്തെ സ്ലംസും ഡെവലപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. Then rising trends of pricing ഉണ്ടാകുന്ന വർധനവ്, അതും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടി. Okay, then growth of transportation, communication. Nowadays, government, the duty of the government has changed a lot. ഒരു പ്രൊഡ്യൂസർ എന്ന ലെവലിൽ നിന്നും now the government is acting as a facilitator. As a facilitator, it is the duty of the government to maintain good infrastructure facilities. So that also increased the public expenditure. Then rural development, it is the duty of the government to carry out the developmental activities in rural areas to bring up the people of rural sector. അവരുടെ ഗവൺമെന്റ് ഡ്യൂട്ടിയാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവരുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റ്, that is also the duty of a welfare government welfare state. Then next one is to check the business fluctuations, so called inflation, deflation. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെ ഇപ്പൊ നമുക്കറിയാം. 1990s റിസഷൻ വന്നപ്പോൾ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിലൂടെയാണ് ആ ഒരു പ്രശ്നം ഒരു പരിധിവരെ ഓവർകം ചെയ്തു എന്നത്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടി. അപ്പം അതും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓവർകം ചെയ്യുന്നതിന് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അത്യാവശ്യമാണ്. Then defective administration, that also increased the government expenditure. The corrupted employees or administrators, through their corrupt decisions, that increased the expenditure of the government. Then servicing of public debt, പഴയ കടം തിരിച്ചു കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ഇതൊക്കെ ഗവൺമെന്റിനെ സംബന്ധിച്ച് കൂടിയ എക്സ്പെൻസുകളാണ്. Then adoption of planning and programs implemented through various
plans. Then education and human capital formation. Nowadays, government is spending a huge money on education and human capital formation. അപ്പം എഡ്യൂക്കേഷൻ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒരു വിഡ്രോവൽ സിംറ്റം ആണ് ഈ എഡ്യൂക്കേഷൻ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഗവൺമെന്റ് ഈ എഡ്യൂക്കേഷൻ സെക്ടറിൽ നിന്നും ഒരു വിഡ്രോ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പല കാര്യങ്ങളും എന്താണ് ഈ പറയുന്ന ഈ എസ്പെഷ്യലി ഇൻ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇനി വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങൾ, ഈ ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു ക്യാഷ് ഉള്ളവന് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ ഈ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊരു വിഡ്രോവൽ സിംറ്റമാണ്. ഗവൺമെന്റ് ഈസ് വിഡ്രോയിങ്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പം എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇറ്റ്സ് ഓൾസോ ഗവൺമെന്റ്സ് ഡ്യൂട്ടി. ഈ 70s-ലും 80s-ലും 90s-ലൊക്കെ ഇതിന് ഗവൺമെന്റ് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു. അത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും കൂട്ടി. ഓക്കെ, ദെൻ പ്രൊവൈഡ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ്, better sanitary facility, drainage, then proper toilet facilities, building facilities, അങ്ങനെയുള്ള അതേപോലെ better ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഇതൊക്കെ ഈ പറയുന്ന ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ പബ്ലിക് പാർക്കുകൾ അതേപോലെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു. ദെൻ സോഷ്യൽ പ്രോഗ്രസ്, so the development of the society, that also government also undertake many programs for the social progress. Then maintenance of law and order. Okay, so these are some of the reasons for the growth of public expenditure. Okay, now let's some two theories related to public expenditure. And the first one is Wagner's law of increasing state activities, and it is generally known as Wagner's rate policy. And let's see what is Wagner's law. And it was introduced by German political economist based on the historical fact of Germany. ജർമ്മൻ സമ്പദ് വ്യവസ്ഥയിൽ സംഭവിച്ച കുറെ ഇൻസിഡൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറെ ഡേറ്റ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. ജർമ്മൻ പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ്. And according to him, there existed a cause and effect relationship between growth of industrializing economy and the relative growth of its public sector. ഇത്രയേ ഉള്ളൂ. ഇൻഡസ്ട്രിയലൈസേഷൻ എപ്പോഴും എന്താണ്, ഈ ഇൻഡസ്ട്രിയലൈസേഷൻ വാസ് ഓൾവേസ് അക്കമ്പനീഡ് ബൈ ഇൻക്രീസ്ഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. വാഗ്നർ പറഞ്ഞ ഇതാണ്, there is a persistent tendency from the part of government to increase the public expenditure എന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ടൊരു ടെൻഡൻസി ഉണ്ട് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാൻ ആസ് എ കൺട്രി ഡെവലപ്സ്. ഈ വാഗ്നർ അദ്ദേഹം ഒരു ജർമ്മൻ എക്കണോമിസ്റ്റ് ആണ്. ആ ഒരു ജർമ്മനി എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വെച്ചാൽ ഇറ്റ് ഈസ് എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ആൻഡ് പണ്ട് ഇതൊരു കുറച്ച് സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ കുറച്ചൊരു ഇൻഡസ്ട്രിയലൈസ്ഡ് എക്കോണമി പറയും. ക്യാപിറ്റലിസത്തെ കുറിച്ച് കൂടുതലായിട്ട് കുറച്ചുകൂടി പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻഡസ്ട്രിയലൈസ്ഡ് എക്കോണമി. കാരണം അവിടെ ഇവിടാണേലും ഒരുപാട് എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് ആർ കമ്മിങ് ഫ്രം ജർമ്മനി. അപ്പം അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഇൻഡസ്ട്രിയലൈസേഷൻ ഈസ് ഓൾവേസ് അക്കമ്പനീഡ് ബൈ ഇൻക്രീസ്ഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ അത് പബ്ലിക് സെക്ടറിന്റെ ഗ്രോത്തിന് കാരണമായി തീർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം the relative growth of public sector is an inherent characteristics of an industrialized economy. അപ്പം പബ്ലിക് സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്, ഒരു സവിശേഷതയാണെന്നാണ്. He stated that അദ്ദേഹത്തിന്റെ തിയറി ഇങ്ങനെയാണ്, as the per capita income and output increases,
the industrialized economy. The public sector grows as a proportion to the total economic activity. എന്നോട് പറയാം, അദ്ദേഹത്തിന്റെ തിയറി പറയുന്നത് ഇതാണ്: പെർ ക്യാപിറ്റ ഇൻകവും നാഷണൽ ഔട്ട്പുട്ടും ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് വർദ്ധിക്കുന്നതിന്റെ ഫലമായി പബ്ലിക് സെക്ടറും അതിന് ആനുപാതികമായിട്ട് ഗ്രോ ചെയ്യുമെന്നാണ്. പബ്ലിക് സെക്ടർ ആക്ടിവിറ്റീസും അതിന് ആനുപാതികമായിട്ട് വർദ്ധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ തിയറി പറയുന്നത്. പബ്ലിക് സെക്ടർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ടിവിറ്റീസ് നടത്തണമെങ്കിൽ എന്താണ്? സ്പെൻഡിങ് ആണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ അതിന് ആനുപാതികമായിട്ട് വർദ്ധിക്കും. അപ്പം public expenditure, increase in public expenditure is always accompanied by industrialization. As the per capita income and output of increases due to industrialization is always it's always promotes or more investment from the part of government also. Okay, this we can say there is a functional relationship between industrialization and the relative importance of public sector activity. അപ്പം ഇത്രയേ ഉള്ളൂ. It is because of the industrialization the governmental activities is the government expenditure has increased. അതാണ് വാഗ്നറുടെ മെയിൻ ആയിട്ടുള്ളൊരു ആ ഒരു തിയറി വാഗ്നേഴ്സ് ലോയിൽ സമർപ്പിക്കും. അദ്ദേഹത്തിന്റെ ലോ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. His own words, Wagner states that a comprehensive comparison of different countries and different times show that among progressive people with which we alone are concerned, an increase regularly take place in activity of both the central and local governments, and this increase is both extensive and intensive. The central and local government constantly undertakes new functions while they perform both old and new functions more efficiently and completely. അപ്പം ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് പുതിയ പുതിയ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്ത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു തിയറിയിൽ അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം വാഗ്നർ ഡിവൈഡഡ് ദ എക്സ്പെൻഡിച്ചർ ഇൻടു ടു: expenditure on internal and external security, then expenditure for culture and welfare, which implies health, transportation, education, banking and the like. അപ്പം അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ എക്കോണമിയിൽ ഇതാണ് രണ്ട് തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ആണ്. ഒന്ന് ഇന്റേണൽ ഡിഫൻസിനും അതേപോലെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയുള്ളതിനൊക്കെ. രണ്ടാമത്തെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ കൾച്ചർ ആൻഡ് വെൽഫെയർ, ദാറ്റ് ഇൻക്ലൂഡ്സ് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ട്, ബാങ്കിങ് എക്സെട്ര. അപ്പൊ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ ആണ് രണ്ടാമത്. അപ്പൊ ഇങ്ങനെ രണ്ട് എക്സ്പെൻഡിച്ചർ ആണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ തിയറി മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്നോട് പറയാം, വാഗ്നേഴ്സ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ: രാജ്യം ഇൻഡസ്ട്രിയലൈസ്ഡ് അല്ലെങ്കിൽ ഡെവലപ്ഡ് ആകുന്നതനുസരിച്ച് രാജ്യത്തെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്? അതിന്റെ റീസൺസും കൂടി അദ്ദേഹം പറയും. കണ്ടിന്യൂസ് എക്സ്പാൻഷൻ ഇൻ സോഷ്യൽ ആക്ടിവിറ്റി, സോഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതങ്ങനെയുള്ള ആക്ടിവിറ്റീസിന്റെ എക്സ്പാൻഷൻ ഓഫ് കോഴ്സ് ഇൻക്രീസസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ദെൻ വാർ ആൻഡ് പ്രിപ്പറേഷൻ ഫോർ വാർ, ആ ഒരു കാലഘട്ടം, യുദ്ധത്തിന്റെ ഒരു കാലഘട്ടം വേണം പറയാം. ഒരു 1960s മുമ്പുള്ള ഒരു കാലഘട്ടം, അല്ലെങ്കിൽ 70s, ആ ഒരു കാലഘട്ടം നമുക്ക് പറയാം. ഒരുപാട് പണം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യും. ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ആൻഡ് അർബനൈസേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞാണ്. വേൾഡ് ഡിപ്രഷൻ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അതിനെ ഓവർകം ചെയ്യുന്നതിന് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടിയാണ്. ദെൻ റൈസ് ഇൻ പ്രൈസസ്, പ്രൈസ് കൊടുക്കുന്നതാണ്. ഗവൺമെന്റ് ഹാസ് ടു സ്പെൻഡ് മോർ ടു ഗെറ്റ് ദ സെയിം സർവീസ്. ഒരേ കാര്യം കിട്ടുന്നതിന് കൂടുതൽ മുടക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ ഡെമോക്രസിക്ക് ഒരു പരിധിവരെ
എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ശരിക്കും നമ്മുടെ ഈ പറയുന്ന ഒരു പഴയ പ്രിൻസിലി സ്റ്റേറ്റുകളുടെ കാലഘട്ടത്തെ കഴിഞ്ഞും എക്സ്പെൻസീവ് ആണ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, that also increased the expenses of the government. The role of economic planning also, then modern complexity of life, പല പ്രശ്നങ്ങളും പറയുന്ന എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, ട്രാൻസ്പോർട്ടേഷൻ, ഈ റൂറൽ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ്, അതെല്ലാം ഈ പറയുന്ന ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പോകുന്നതിന് കാരണമാണ്. റോൾ ഓഫ് പബ്ലിക് സെക്ടർ that also increased, അതും ഈ പറയുന്ന ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന് പോകുന്നതിന് കാരണം. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് റീസൺസ് ആണ് വാഗ്നർ എക്സ്പെൻഡിച്ചർ കൂടുന്നതിനായിട്ട് പറയുന്നത്. Now the second theory is Peacock-Weismann hypothesis. അപ്പൊ ഈ തിയറി കുറച്ചുകൂടി ഒരു ആധികാരികത ഉള്ള ഒരു തിയറിയാണ്, Peacock-Weismann hypothesis പറയുന്നത്. ഓക്കെ, അദ്ദേഹം ഒരു UK economist ആണ്. And therefore his study was also based on UK economy. And for his study, he analyzed the data of UK economy between the period 1890 to 1955. ഒരു ദീർഘകാലത്തെ ഏകദേശം ഒരു 60-65 വർഷത്തെ ഡേറ്റ അനലൈസ് ചെയ്താണ് അദ്ദേഹത്തിന്റെ തിയറി ഫോം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ, പബ്ലിക് എക്സ്പെൻഡിച്ചർ will not increase in smooth and continuous manner, but jumps and jerks and steps like fashion. ഇപ്പം പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട്, ഇപ്പം വാഗ്നർ പറയുന്നത് there is a persistent increase in the continuous increase in the government expenditure എന്നാണ് വാഗ്നർ പറയുന്നത്. പക്ഷെ അദ്ദേഹം ഈ Peacock-Weismann ഹൈപ്പോത്തസിസിൽ പറയുന്നത് there is no so-called smooth or continuous progress in government expenditure, but there are certain jumps and jerks or states. It increases in step-like fashion manner. ഒന്നിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്, ഒരു ചെറിയ ചാട്ടം, ഇടയ്ക്കൊരു ചാട്ടം, കുറച്ച് നേരെ സ്മൂത്തേക്ക്. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള റോഡുകൾ പോലെ റോഡിന്റെ അവസ്ഥ, കുറെ കുഴിയും കുറെ വഴിയൊക്കെ ആയിട്ടുള്ള റോഡുകളുടെ അവസ്ഥയാണ്. അതേപോലെയാണ് നമ്മുടെ ഈ പറയുന്ന പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതാണ് Peacock-Weismann hypothesis. Okay, then this hypothesis was developed based on three concepts or three effects. The first one, displacement effect. The second one is inspection effect, and the third one is concentration effect. ഇങ്ങനെ 3 എഫക്ട്സ് ബേസ്ഡിലാണ് അദ്ദേഹം ഈ പറയുന്ന ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഇതാണ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഒരു സ്മൂത്ത് ആയിട്ട് ഇൻക്രീസ് ചെയ്യില്ല, പക്ഷെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിലാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ട് കൺസെപ്റ്റ്. ഓക്കെ, ആദ്യം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് എന്താണ് നോക്കാം. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ രാജ്യത്ത് നമ്മൾ ഒരുപാട് നികുതികൾ കൊണ്ടുവരുന്നു, പുതിയ നികുതികൾ കൊണ്ടുവരുന്നു, പഴയ നികുതികൾ കൂട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് ഓരോ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നമ്മുടെ ഒരു ഇമ്പോർട്ട് ആയിട്ട് വരുന്ന പെട്രോളിയം പ്രോഡക്ട്സ്. ഈ പെട്രോളിയം പ്രോഡക്ട്സുകളുടെ നികുതി പല തരത്തിലുള്ള സെസ്സുകളുണ്ട്. എഡ്യൂക്കേഷൻ സെസ് ഉണ്ട്, സ്വച്ഛ് ഭാരത് സെസ് ഉണ്ട്, അതേപോലെ പലതരത്തിലുള്ള സെസ്സുകൾ നമ്മൾ ഇതിൽ ഈ പെട്രോളിയം പ്രോഡക്ട്സുകളിൽ കൊണ്ടുവരാറുണ്ട്. അത് ആദ്യം ആൾക്കാർക്ക് ചെറിയൊരു എതിർപ്പ് അങ്ങനെയുള്ള ടാക്സുകളോട് കാണും. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ആൾക്കാർ അതുമായിട്ടങ്ങ് ശീലമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ പെട്രോളിയം പ്രോഡക്ട്സുകളുടെ ഒക്കെ പ്രൈസ് ഡെയിലി കൂടിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും അതൊരു ശീലമായി. പീപ്പിൾ ആർ നോട്ട് മച്ച് ബോതർഡ് അബൌട്ട് ദാറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അതുമായിട്ട് അക്സെപ്റ്റ് ചെയ്യും.
ഗവൺമെന്റ് അത് കഴിയുമ്പോൾ വീണ്ടും പുതിയ നികുതികൾ കൊണ്ടുവരും. ഗവൺമെന്റ് ഒരു ഫിനാൻഷ്യൽ ഷോർട്ടേജ് വരുമ്പോൾ പുതിയ നികുതികൾ കൊണ്ടുവരും. ആദ്യമൊക്കെ ജനങ്ങൾ എതിർക്കും, വീണ്ടും ഗവൺമെന്റ് പക്ഷെ അവരെ പതുക്കെ അത് വീണ്ടും അക്സെപ്റ്റ് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ പുതിയ പുതിയ നികുതികൾ ഇമ്പോസ് ചെയ്യുന്നതിലൂടെ ഗവൺമെന്റ് റവന്യൂ വർദ്ധിക്കും. അങ്ങനെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ. ഇതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം when a social disturbance occurs, government increases tax to increase the revenue and public expenditure. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ കവർ ചെയ്യുന്നതിന് ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗം ടാക്സ് വർദ്ധിപ്പിക്കുക. അതിലൂടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടുവാനായിട്ട് പറ്റും. ആൻഡ് ദിസ് ക്രിയേറ്റ്സ് എ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ്. ആൻഡ് ലോ ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ആർ replaced by high tax and expenditure. And even after the disturbance is over, people will tolerate high level of tax and meet high expenditure. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആ കൂട്ടിയ നിരക്ക് ആൾക്കാർ അതുമായിട്ട് ടോളറേറ്റ് ചെയ്യാനായിട്ട് അവരത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അത് ആ നികുതി നിരക്ക് വീണ്ടും ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്യും. അപ്പം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അങ്ങനെ കൂടിയ ലെവലിൽ തന്നെ തുടരും. And this even after this problem is over, government is not going to withdraw that tax. And again another disturbance occurs, the new tax or the existing tax rates will be increased to increase the government expenditure. And so and that is called displacement effect. Okay, then next one is inspection effect. നമ്മൾ നേരത്തെ പറഞ്ഞു, even after the disturbance is over, the high level of tax and expenditure is maintained by the government. That is that increased revenue is mainly used to meet high level of government expenditure. Through that, the government could expand its fiscal operations, partially due to disturbances and partially due to the expanded economic activity, and takes up new functions that were earlier neglected. അപ്പോൾ ഇങ്ങനെ ഈ നികുതി കൂട്ടി വരുമാനം വർദ്ധിപ്പിച്ചു, വീണ്ടും നികുതി കൂട്ടി വരുമാനം വർദ്ധിപ്പിച്ചു, അതിലൂടെ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഓപ്പറേഷൻസ് വളരെ സ്മൂത്ത് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്കൊരു പരിധി വരെ പറയാം, ഇത് ഈ പറയുന്ന രീതിയിലുള്ള വരുമാന വർധനവിന് കൂടുതൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന് ഒരു കാരണം is partially due to the disturbances and partially due to the expanded economic activity. അപ്പൊ ഇങ്ങനെ വരുമാനം വർദ്ധിക്കുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് പുതിയ പുതിയ പ്രോജക്റ്റുകൾ ടേക്കപ്പ് ചെയ്യും, which were earlier neglected by the government. അപ്പം അതിനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി കോൺസെൻട്രേഷൻ എഫക്ട്, the third one. Concentration effect il parayunnathaanu, when there is economic growth, there will be a tendency for the central government's economic activities to grow faster than faster rate than that of the state or local governments. അപ്പം എക്കണോമിക് ഗ്രോത്ത് വരുമ്പം സെൻട്രൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ്സിനെ കഴിഞ്ഞും കൂടിയ നിരക്കിലായിരിക്കും സെൻട്രൽ ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാകുന്ന വർധനവ്. ആൻഡ് ദിസ് എഫക്ട് ഈസ് നോൺ ആസ് this is known as concentration effect. And this depends upon the political system of a country. Mainly depends on the political system of a country. Okay. ഇങ്ങനെ 3 എഫക്ട്സിലൂടെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തസിസിൽ പറയുന്നത്. Okay. Now another topic related to public expenditure, that is canons of public expenditure or canons or principles of public expenditure. എങ്ങനെയാവണം പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യേണ്ടത്, അതിന് വേണ്ട എന്ത് പ്രിൻസിപ്പിൾ, എന്തിന്റെ ബേസിസിലാവണം ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത്,
അതിന് കുറെ ബേസിക് ആയിട്ടുള്ള റൂൾസ്, കുറെ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ canon, the canon of benefit. Canon of benefit says that every government expenditure should aim at maximizing the social welfare. സൊസൈറ്റിയുടെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലാണ് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ. ആൻഡ് ദാറ്റ് മീൻസ് the government expenditure will maximize the social benefit when the marginal benefit from the last unit of money spent by the government on each project is same. എന്ന് വെച്ചാൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ പ്രോജക്റ്റിലും ലാസ്റ്റ് ഇതിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ ബെനിഫിറ്റ് സെയിം ആവുന്ന രീതിയിലായിരിക്കണം ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യേണ്ട. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ പറയുന്ന നമ്മളുടെ ടോട്ടൽ ബെനിഫിറ്റ് മാക്സിമൈസ് ചെയ്യും. നിങ്ങളൊരു ഇക്യു മാർജിനൽ പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾ മൈക്രോ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ക്യാനൺ ഓഫ് എക്കോണമി. ഈ ക്യാനൺ ഓഫ് എക്കോണമിയിൽ പറഞ്ഞത് ദ സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ഇക്കണോമിക്കൽ. ദാറ്റ് മീൻസ് വളരെ വൈസായിട്ട് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യണം. There should not be any uneconomical or extravagant or unproductive expenditure from the part of government. വളരെ എന്താ പറയുക, എക്സ്ട്രാവഗന്റ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ, ആർഭാടം കാണിക്കുന്നതിനോ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഒന്നും ഗവൺമെന്റ് നടത്തരുത്. അതാണ് മറ്റൊരു പ്രിൻസിപ്പിൾ പറഞ്ഞത്. Then canon of sanction. This canon states that no spending should be made without getting prior permission from the concerned authority, and this is to avoid the unwise or unwise spending from the part of various government bodies. അപ്പം യുക്തിപരമല്ലാത്ത അല്ലെങ്കിൽ ബെനിഫിറ്റ് തരാത്ത അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും ഗവൺമെന്റ് നടത്താതിരിക്കുന്നതിന് വേണ്ടിയാണ്, ഗവൺമെന്റ് ഏജൻസികൾ നടത്താതിരിക്കുന്നതിന് വേണ്ടിയാണ്. ദർ ഷുഡ് ബി പ്രോപ്പർ പ്രിയർ പെർമിഷൻ. മുൻകൂട്ടിയുള്ള പെർമിഷൻ വാങ്ങിയ ശേഷമേ എക്സ്പെൻഡിച്ചർ നടത്താവുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിലെല്ലാം കാണാം. എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ വന്നതിന് ശേഷമാണ് ഓരോ പ്രോജക്റ്റുകളും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദെൻ ക്യാനൺ ഓഫ് സർപ്ലസ്. അപ്പൊ നേരത്തെ പറഞ്ഞാലേ ഈ സാങ്ഷൻ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ കാണും. ആ പ്ലാൻ അനുസരിച്ചുള്ള എക്സ്പെൻഡിച്ചർ ഒരു എക്സ്പെൻഡിച്ചർ ഡിസൈർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ഗവൺമെന്റ് അത് പെർമിഷൻ ഗ്രാന്റ് ചെയ്യുന്നത്. Canon of surplus. This canon states that government should not perform a deficit budget. ഒരു ഡെഫിസിറ്റിലേക്ക് പോകുന്ന രീതിയിൽ ഗവൺമെന്റ് ഒരിക്കലും ഫങ്ഷൻ ചെയ്യില്ല. ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വരുമാനത്തെ കഴിഞ്ഞും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി. അത് ഗവൺമെന്റിനെ സംബന്ധിച്ച നല്ലതല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഷുഡ് ബി ബാലൻസ്ഡ് ഓർ ഇറ്റ് ഷുഡ് ബി സർപ്ലസ്. വരുമാനം ഒന്നെങ്കിൽ എക്സ്പെൻഡിച്ചറിന് തുല്യമാകണം, അല്ലെങ്കിൽ വരുമാനം എക്സ്പെൻഡിച്ചറിനെ കഴിഞ്ഞ് കൂടുതൽ. അതാണ് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ആൻഡ് ഈവൻ ഇഫ് ദേ ബോറോ, there should be sufficient income. The government should have a capacity to generate income to make its repayment and the payment of interest. കടം മേടിക്കുകയാണെങ്കിൽ പോലും അത് തിരിച്ചടയ്ക്കുവാനുള്ള മാർഗങ്ങൾ, അതിനുള്ള വരുമാന സ്രോതസ്സോടുകൂടി ഗവൺമെന്റ് കൊണ്ടുവരണം. ഓക്കെ, ദെൻ canon of elasticity. Canon of elasticity പറയുന്നതാണ്, the government expenditure should be able to change according to the situations. ഒരു റിസഷൻ വരുമ്പോൾ അതനുസരിച്ച് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മാറ്റാൻ പറ്റും. ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷനിൽ അതനുസരിച്ച് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇറ്റ് ഷുഡ് ബി അഡ്ജസ്റ്റബിൾ ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്. അതാണ് canon of elasticity പറയുന്നത്. ഇപ്പോൾ ഒരു ഡെഫിസിറ്റ് വരുമ്പോൾ ആൾക്കാരുടെ ഈ പണമില്ല, എക്കോണമി ഗ്രോ ചെയ്യുന്ന ആ സമയത്ത് ആൾക്കാരുടെ പണം എത്തണം, അതിന് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ഓരോ സർക്കംസ്റ്റാൻസസിന് വിധേയമായിട്ട് വേണം ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യേണ്ടത്. Then canon of equitable distribution. While making expenditure, government should take utmost care in equitable distribution. That means there should not be any inequality in
getting the benefit out of government expenditure. ഒരു പ്രത്യേക ഗ്രൂപ്പിനോ പ്രത്യേക റീജിയനോ പ്രത്യേക സ്റ്റേറ്റിനോ മാത്രമായിട്ട് ഒതുങ്ങുന്നതായിരിക്കില്ല ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഈക്വൽ ആയിട്ട് വേണം ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യാനായിട്ട്. Then canon of productivity. As its word it indicates, the expenditure should be productive and should meet all the development purposes. വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് വേണം ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യേണ്ടത്. Then canon of neutrality. Canon of neutrality means the government expenditure should not worsen the production, distribution and exchange relationship. ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നതിലൂടെ അവിടെ ഒരു പ്രൊഡക്റ്റീവ് സെക്ടറിന് യാതൊരു ഫങ്ഷനെ ബാധിക്കരുത്, ഡിസ്ട്രിബ്യൂഷന് ഒരു അൺഈക്വലായി പോകരുത്, അതേപോലെ എക്സ്ചേഞ്ച് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, ട്രേഡ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അവിടെ വേണം. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടുന്നതിന് വേണ്ടി ഒരു പ്രൊഡക്റ്റീവ് സെക്ടറിനെ കൂടുതലായിട്ട് ടാക്സ് ചെയ്യരുത്. അതേപോലെ ഗവൺമെന്റ് ഡിസ്ട്രിബ്യൂഷന് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാകരുത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ന്യൂട്രലായി. The canon of certainty. The amount and objective of public spending should be certain. എന്ന് വെച്ചാൽ കൃത്യത ഉണ്ടായിരിക്കണം എല്ലാത്തിലും. എന്തായിരിക്കണം ഗവൺമെന്റ് എവിടെയായിരിക്കും ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യേണ്ടത്, എത്രമാത്രം സ്പെൻഡ് ചെയ്യണം, അതിൽ നിന്നും സ്പെൻഡ് ചെയ്ത് എന്തായിരിക്കണം ഗവൺമെന്റ് കിട്ടുന്ന ബെനിഫിറ്റ്, ഇതിലെല്ലാം ഒരു കൃത്യത ഉണ്ടായിരിക്കണം. ദ canon of program. കൃത്യമായിട്ടുള്ള ഒരു ക്ലിയർ കട്ട് പ്രോഗ്രാം ഉണ്ടായിരിക്കും. അതാണ് canon of പ്രോഗ്രാമിൽ പറഞ്ഞത്. The expenditure should be planned with a clear cut program. Then the canon of coordination. There are different hierarchy in our governmental setup. That is, there is central government, state government, local bodies are there, and proper coordination and the powers of each government entities should be clearly demarcated, and there should be a proper coordination between each other. അപ്പൊ ഇങ്ങനെയുള്ള സെൻട്രൽ സ്റ്റേറ്റ് ഒരു ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. അപ്പം ഇവരുടെ പവേഴ്സ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഈ ഓരോ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഈ പറയുന്ന ഗവൺമെന്റൽ ഏജൻസീസ് ഒക്കെ കോർഡിനേറ്റഡ് അല്ലെങ്കിൽ ഒരു സഹകരണ മനോഭാവത്തിൽ വർക്ക് ചെയ്യണം. Then the last one is canon of performance. The performance should be assessed and by conducting reviews, and the follow-up action should be program should be initiated. എന്നുവെച്ചാൽ ഗവൺമെന്റ് ഒരു എക്സ്പെൻഡിച്ചർ നടത്തി, അത് എത്രമാത്രം പ്രൊഡക്റ്റീവ് ആണെന്ന് ഗവൺമെന്റ് അതിനൊരു ഫോളോഅപ്പ് നടത്തണം, അല്ലെങ്കിൽ ഒരു പഠനം നടത്തണം. അതിനുശേഷം അത് പരിഹരിക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ ഒരു പെർഫോമൻസ് റിവ്യൂ നടത്തും. These are the various basic principles upon which the government expenditure should be made. Then the next topic here, effects of public expenditure. എന്തൊക്കെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ മൂലം ഉണ്ടാകുന്ന എഫക്ട്സ്? According to Professor Dalton, there are 4 effects of public expenditure. ഒന്നാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് എഫക്ട് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ പ്രൊഡക്ഷൻ. രണ്ടാമത്തെ എഫക്ട് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ ഡിസ്ട്രിബ്യൂഷൻ. മൂന്നാമത്തെ ഓൺ എക്കണോമിക് സ്റ്റെബിലിറ്റി. നാലാമത്തെ ഓൺ എക്കണോമിക് ഗ്രോത്ത്. ഇങ്ങനെ 4 തരത്തിലുള്ള എഫക്ട്സ് ആണ് ഈ ഗവൺമെന്റ് സ്പെൻഡിങ്ങിലൂടെ ഉണ്ടാകുന്നത്. അതാണ് പ്രൊഫസർ ഡാൾട്ടൺ പറഞ്ഞത്. ഇനി ആദ്യം effects of public expenditure on production. And this government expenditure is having a very much impact on the productive activities or the production in a country. Productive sector government expenditure പല രീതിയിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അത് മെയിനായിട്ടും 3 രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ effects on ability to work, save and invest.
effects on willingness to work, save and invest, and effects on location of economic resources as between different uses and localities, etc. അപ്പോൾ ഇത്രയാണ് ഡാൽട്ടൺ പറഞ്ഞിരിക്കുന്നത് 4 എഫക്ട്സ്: പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പോളിസി, ദെൻ എക്കണോമിക് ഗ്രോത്ത്. ഇത് സ്റ്റെബിലിറ്റി ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, അങ്ങനെ 4 രീതിയിലുള്ള എഫക്ട്സ്. അത് നമ്മൾ പ്രൊഡക്ഷനാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷനിലുള്ള എഫക്ട് നമ്മൾ 3 രീതിയിലാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. എഫക്ട്സ് ഓൺ എബിലിറ്റി ടു വർക്ക്, സേവ് ആൻഡ് ഇൻവെസ്റ്റ്, എഫക്ട്സ് ഓൺ വില്ലിംഗ്നെസ് ടു വർക്ക്, സേവ് ആൻഡ് ഇൻവെസ്റ്റ്, ആൻഡ് എഫക്ട്സ് ഓൺ ലൊക്കേഷൻ ഓഫ് എക്കണോമിക് റിസോഴ്സസ് between different use and localities. ആദ്യം എഫക്ട്സ് ഓൺ എബിലിറ്റി ടു വർക്ക്, സേവ് ആൻഡ് ഇൻവെസ്റ്റ്. Not increase the public expenditure on education, medical facilities, cheap housing facilities, means of transports and communication, and recreational facilities. All these things will increase the efficiency of a person's to work. ഇപ്പൊ ഗവൺമെന്റ് ആണ് ഈ മേഖലകളിലേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, കൂടുതൽ പ്രിയോറിറ്റി നൽകേണ്ടത് ഗവൺമെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ആൾക്കാരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതാണ്. എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ, എഫിഷ്യൻസി ഓഫ് എ പേഴ്സൺ ടു വർക്ക്, അത് ഇൻക്രീസ് ചെയ്യും. അപ്പം അത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൂലം ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ്. And this will in turn affect the production and national income. അപ്പോൾ നമുക്കറിയാം, ഒരു രാജ്യത്ത് നല്ല ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, ഹെൽത്ത് ഫെസിലിറ്റീസ് വേണം, നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഹൗസിംഗ് ഫെസിലിറ്റീസ് വേണം, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യണം. അത് മാത്രം പോരാ, റിക്രിയേഷണൽ ഫെസിലിറ്റീസ് വേണം. ആൾക്കാർ ഫുൾ ടൈം വർക്ക് ചെയ്ത് ക്ഷീണിതരായിട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്റർടൈൻമെന്റ് വേണ്ട റിക്രിയേഷണൽ ഫെസിലിറ്റീസ് വേണം. അതൊരു മാനസിക ഉല്ലാസ സന്തോഷം കൊടുക്കുന്നതിന് വേണ്ടി. അതിലൂടെ എന്താണ് ആൾക്കാരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, അതിലൂടെ നാഷണൽ പ്രൊഡക്ഷൻ ആൻഡ് ഇൻകം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം പബ്ലിക് എക്സ്പെൻഡിച്ചർ ക്യാൻ പുഷ് അപ്പ്, അതിലൂടെ എന്താണ് ദേ ക്യാൻ പുഷ് അപ്പ് ദ സേവിങ്സ് ആൻഡ് ദി എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. അപ്പോൾ അവരുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും, പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യും, അവരുടെ വരുമാനം വർദ്ധിക്കും, വരുമാനം വർദ്ധിക്കുന്നതിലൂടെ അവരുടെ സേവിങ് വർദ്ധിക്കും. അതിലൂടെ എന്താണ് ദ പർച്ചേസിംഗ് പവർ ഓഫ് ദ പീപ്പിൾ വിൽ ബി ഇൻക്രീസ്ഡ്. അതൊക്കെ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. ഇമ്പാക്ട് ഓൺ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ്, സിക്ക് ബെനിഫിറ്റ്സ്, സിക്നെസ് ബെനിഫിറ്റ്സ്. അപ്പൊ ഇതെല്ലാം എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് പ്രൊഡക്റ്റീവ് സെക്ടറിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, then expenditure for maintenance of law and order also creates confidence and faith among the investors in the minds of people, which helps to encourage the investment into productive channels. ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റ് നടക്കണമെങ്കിൽ അവിടെ എന്താണ് വേണ്ടത്? നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്. അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഡിഫൻസ് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ എന്താണ് ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ്, ദേ ആർ സേഫ്, ദേ ആർ സെക്യൂർ. അത് ഇവർക്കൊരു മോട്ടിവേഷനാണ്. നൗ ഇറ്റ് ഈസ് അവർ ടേൺ ടു ഇൻവെസ്റ്റ്. അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും, അത് ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ഈ പറയുന്ന ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വർക്കിലും സേവിങ്സിലും ഇൻവെസ്റ്റ്മെന്റിലും കൊണ്ടുവരുന്നത്. ഓക്കെ, so this is effects on ability to work, save and to invest. Now next one is effects on willingness to work, save and invest. Public expenditure is made not only for the present generation but also for future generation. The willingness of the people to work, save and invest depends upon the character of the public expenditure and the government policies. ജനങ്ങൾ വർക്ക് ചെയ്യാനുള്ള വില്ലിങ്നെസ്, വർക്ക് ചെയ്യുന്നതിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്ത് ഇൻകം സേവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി,
ആ സേവ് ചെയ്ത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അതെല്ലാം വരുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അല്ലെ ഗവൺമെന്റ് പോളിസികളിലൂടെയാണ്. ഫോർ എക്സാമ്പിൾ, ഗവൺമെന്റ് കുറെ ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യും, ഓൾഡ് ഏജ് പെൻഷൻ, അൺഎംപ്ലോയ്മെന്റ് അലവൻസസ്, അതേപോലെ പല പല അലവൻസസും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും എന്തായിരിക്കും സംഭവിക്കുക? ഡെഫിനറ്റ്ലി റെഡ്യൂസ് ദെയർ വില്ലിംഗ്നെസ് ടു വർക്ക്, സേവ് ആൻഡ് ഇൻവെസ്റ്റ്. ഓഫ് കോഴ്സ്, ഇപ്പൊ നമ്മൾ പണ്ട് ഇപ്പോഴാണേലും US എക്കോണമിയിലേക്ക് അവർ ഫേസ് ചെയ്തിരുന്ന ഒരു മെയിൻ പ്രശ്നം, even the US is generally considered as a capitalist economy, they are spending a lot of money for the welfare of people. അപ്പൊ അതിന് പല തരത്തിലുള്ള ഈ പറയുന്ന പല രീതിയിലുള്ള ഫണ്ടിങ്, ഡയറക്റ്റ് ഫണ്ടിങ് അവർ നടത്തുന്നത്. അവിടെ അൺഎംപ്ലോയ്മെന്റ് അലവൻസസ്, അതുകൊണ്ടെന്നാണ് അവിടുത്തെ ചെറുപ്പക്കാർ പകുതി ആൾക്കാരും ഈ പറയുന്ന പുതിയ തൊഴിലന്വേഷിച്ച് പോകുന്നതിന് വിമുഖത കാണിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി മുതലെടുത്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഈ ഏഷ്യൻ കൺട്രീസിൽ നിന്നെല്ലാം കൂടുതൽ ആൾക്കാരൊക്കെ അവിടെ പോയി ജോലി നേടുന്നു. ഓൾഡ് ഏജ് പെൻഷൻ, ഗെറ്റിംഗ് ബെറ്റർ ഓൾഡ് ഏജ്, വെരി ഗുഡ് ഓൾഡ് ഏജ് പെൻഷൻ മീൻസ് ഈ പ്രസന്റിൽ ആൾക്കാർക്ക് വർക്ക് ചെയ്ത് സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് കീപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കാണും. ബിക്കോസ് ഗവൺമെന്റ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദം, ഗവൺമെന്റ് വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് ദം. So they are not ready, they are not willing to work so hard to have a better or peaceful life in the future, because government is already has assured to protect them in future. അതൊക്കെ ആൾക്കാരുടെ ഈ വർക്കിനെ സ്വാധീനം. പലപ്പോഴും നിങ്ങൾക്കറിയാം, ഒരു നല്ലൊരു എമൗണ്ട് റെമ്യൂണറേഷൻ നിങ്ങൾക്ക് അൺഎംപ്ലോയ്മെന്റ് പെൻഷനായിട്ട് നോർമലി നിങ്ങൾക്കാണെങ്കിലും ഉടലെടുക്കുന്ന ഒരു ടെൻഡൻസി, അത് പിന്നെ എന്തിനാ വർക്കിന് പോകുന്നത്? ഇവിടെ ഇരുന്ന് പെൻഷനും മേടിച്ച് ടിവിയും കണ്ട് ക്രിക്കറ്റ് കളിയും കണ്ട് അല്ലെ ഫുട്ബോൾ കളിയും കണ്ട് ഇരുന്നാൽ പോലെ, വെറുതെ എന്തിനാണ് നമ്മൾ ഈ വെയിലും കൊണ്ട് മഴയും കൊണ്ട് ഈ പറയുന്ന വർക്ക് ചെയ്യുന്നത്? അങ്ങനെയുള്ള ഒരു പോളിസികൾ ഈ പറയുന്ന വർക്കിനെയും സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും പ്രതികൂലമായിട്ട് ബാധിക്കും. ഓക്കെ, a person will not work and save if he thinks that his present savings and investments will not earn income in future. Willingness to work will badly affect. ഒരാൾ ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ എത്രയൊക്കെ കഠിനമായിട്ട് പ്രയത്നിച്ചാലും എത്രയൊക്കെ സേവ് ചെയ്താലും ഇൻവെസ്റ്റ് ചെയ്താലും ഇതൊന്നും എനിക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ചിന്താഗതി ഡെവലപ്പ് ചെയ്താൽ തന്നെ എന്താണ്, ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നത് കുറയും. അത് ബാഡായിട്ട് നമ്മുടെ എക്കോണമി ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ ഇങ്ങനെയുള്ള ഗവൺമെന്റ് പോളിസീസ് ഒക്കെ പറയുന്ന വില്ലിങ്നെസ് ടു വർക്ക്, സേവ് ആൻഡ് ഇൻവെസ്റ്റ് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇനി നേരെ മറിച്ച്, ദ ഡിസയർ ടു വർക്ക് ഹാർഡ് ആൻഡ് സേവ് വിൽ ഇൻക്രീസ് if their present savings and investments are secured and they will yield good dividend to them in years to come. ഇപ്പം ഇപ്പോഴത്തെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം സെക്യൂർ ആണ്, സേഫ് ആണെന്നൊരു ഫീലിങ്സ്, അതേപോലെ നല്ലൊരു വരുമാനവും കിട്ടുകയാണെങ്കിൽ ഈ വരുമാനം ഉപയോഗിച്ച് ഫ്യൂച്ചറിൽ അവർക്ക് നല്ലൊരു ലൈഫ് കെട്ടിപ്പടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് ഗവൺമെന്റിന് ജനങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ, that will promote the willingness of people to work, save and invest. Okay, then third one is effects on allocation of economic resources as between different uses and quantities. The diversion of public expenditure, different areas and uses will significantly affect the pattern of production. If governments select a particular region or industry for incurring the public expenditure, maximum national protection and maximum social advantage can be attained. ഇപ്പൊ ഗവൺമെന്റ് കൂടുതലായിട്ടും ഊന്നൽ കൊടുക്കേണ്ട ഒരു മേഖല, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മേഖലയിലെ ഇൻവെസ്റ്റ്മെന്റിന് പകരം അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ ഡൈവേർട്ട് ചെയ്ത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മേഖലകളിൽ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ ഗവൺമെന്റ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ റീഅലോക്കേറ്റ് ചെയ്യണം. അതിലൂടെ എന്താണ്, മാക്സിമം പ്രൊഡക്ഷൻ, മാക്സിമം ഇൻകം, മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഓർ സോഷ്യൽ ബെനിഫിറ്റ് ക്യാൻ ബി അറ്റൈൻഡ്. അതാണ് മറ്റൊരു കാര്യം. എന്ന് വെച്ചാൽ
പ്രോഫിറ്റബിൾ അല്ലാത്ത മേഖലയിൽ നിന്ന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മേഖലകളിലേക്ക് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ റിയാലൊക്കേറ്റ്. ഇതാണ് മൂന്നാമത്തെ ഒരു പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പറയുന്നത്. Then next, effect of public expenditure on distribution. Public expenditure ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് ഇമ്പാക്ട് കൊണ്ടുവരും. ഒന്നാമത്തെ റീജിയണൽ ഇൻഇക്വാളിറ്റി. Public expenditure always promotes equality. Again, public expenditure always tries to bring equality in the society in the distribution of income and wealth. ഇപ്പം ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഒരു പോളിസികളൊന്നുമില്ല. ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ പല ബാക്ക്വേർഡ് ഏരിയകളും ബാക്ക്വേർഡ് ആയിട്ട് തന്നെ തുടരും. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ തന്നെ നമുക്ക് ജസ്റ്റ് കൺസിഡർ. ഒരു 10-40 വർഷം മുമ്പ് നമ്മൾ ഉണ്ടായിരുന്ന ഒരു കേരളത്തിന്റെ ഒരു പിക്ചറും ഇപ്പോഴുള്ള പിക്ചറും നമ്മൾ കമ്പയർ ലോഡ് ഓഫ് ചേഞ്ച് ആണ്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലെ കഴിഞ്ഞ് ഉന്നത നിലവാരമുള്ള ജീവിതം നയിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് അത് സാധിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കാലാകാലങ്ങളായിട്ട് വന്നിട്ടുള്ള ഗവൺമെന്റിന്റെ പോളിസിയാണ്. അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അത് നമ്മുടെ രാജ്യത്ത് ഈ ഒരു ഇൻഇക്വാളിറ്റി കുറച്ച് കൊണ്ടുവരുന്ന ഒരു പരിധി വരെ കുറച്ച് സഹായിച്ചു. അത് ചിലപ്പോൾ റിസർവേഷൻ ആവാം, മറ്റു പല മാർഗങ്ങളിലൂടെയാണ് ഗവൺമെന്റിന് സാധിച്ചത്. അപ്പം government expenditure is helpful in reducing regional inequality. ഇപ്പോഴേയും അത് 100% സക്സസ് ആയെന്നല്ല, എന്നിരുന്നാൽ പോലും ആ ഒരു ഇൻഇക്വാളിറ്റി കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. Okay, nowadays government is giving more important. Government is concentrating mainly on backward regions. Okay. Then distribution of dividend of industrial development. That ensures that the employees of the private sector should also get at least as equal as payment or received by the employees in public sector. അപ്പം ഈ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബെനിഫിറ്റ് പബ്ലിക് സെക്ടറിലുള്ളവർക്ക് മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിലുള്ള എംപ്ലോയീസിനും ബെനിഫിറ്റ്സിലാവുന്ന രീതിയിൽ ഗവൺമെന്റ് ഒരുപാട് പോളിസികളും പ്രോഗ്രാംസും കൊണ്ടുവരാൻ പറ്റും. അതിനുവേണ്ടിയും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഉപയോഗിക്കാൻ പറ്റും. അതും ഒരു ഇൻഇക്വാളിറ്റി റെഡ്യൂസ് ചെയ്യും. Then government expenditure also benefits or distribution or the weaker section of the people. Okay, ഗവൺമെന്റ് ഒരുപാട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു വീക്കർ സെക്ഷൻ. സബ്സിഡി ആയിട്ടും പലതരത്തിലുള്ള കൺസെഷൻ ആയിട്ടും ഗ്രാൻഡ് ആയിട്ടും പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. അത് ഫുഡ് സബ്സിഡി ആവാം, ഫിനാൻഷ്യൽ സബ്സിഡി ആയി, ഇൻട്രസ്റ്റ് റേറ്റ് സബ്സിഡി ആവാം, പല രീതിയിൽ. അപ്പൊ അതെല്ലാം ഈ പറയുന്ന പൂർ പീപ്പിളിന്റെ ഉന്നമനത്തിന് കാരണമായി. Then increasing the ability to work of the poor people. അപ്പൊ അതും ഈ പറയുന്ന ജനങ്ങളുടെ വർക്ക് ചെയ്യാനുള്ള ശേഷി അല്ലെങ്കിൽ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റിനും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കാരണമായി തന്നു. ഡയറക്റ്റ് ആയിട്ടുള്ള ഹെൽപ്പ് ആവാം, ഇൻഡയറക്റ്റ് ആയിട്ട്. ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഗവൺമെന്റ് ഡയറക്റ്റ് ഫണ്ടിങ്ങിലൂടെ ആവാം അവരുടെ ഈ പറയുന്ന വർക്കിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുക. ഡയറക്റ്റ് ഫണ്ടിങ്ങോ ഡയറക്റ്റ് ട്രെയിനിങ്ങിലൂടെയൊക്കെ ആവാം. ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അസിസ്റ്റൻസിലൂടെ ആവാം ഈ പറയുന്ന വർക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ വർക്കിംഗ് എബിലിറ്റി ഇംപ്രൂവ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഡിസ്ട്രിബ്യൂഷനിലായിട്ടുള്ള ഇമ്പാക്ട് നമ്മുടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിലൂടെ ഉണ്ടാകും. Now effects of public expenditure on economic stability. നമ്മൾ എക്കോണമി ഫേസ് ചെയ്യുന്ന രണ്ട് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. ഈ ഡിഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പത്തിക മാന്ദ്യം എന്നാണ്, ആ ഒരു റിസഷൻ, ഡിപ്രഷൻ അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഈ ഒരു മാന്ദ്യ കാലഘട്ടത്ത് എന്തായിരിക്കും, ജനങ്ങളുടെ കൈവശം പണം കുറവായിരിക്കും, സാധനങ്ങൾ വാങ്ങാനുള്ള കപ്പാസിറ്റി കുറവ്, പർച്ചേസിങ് പവർ ഇല്ല. അതിലൂടെ എന്താണ്, ഓവർ പ്രൊഡക്ഷൻ ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, പകുതി പ്രൊഡക്ഷൻ നിർത്തും, വീണ്ടും അൺഎംപ്ലോയ്മെന്റ് സിവിയർ. അതാണ് സാഹചര്യം. ദിസ് പ്രോബ്ലം ക്യാൻ ബി ഓവർകം ത്രൂ ഇൻക്രീസ് ഇൻ ഗവൺമെന്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ നിങ്ങൾ ഈ ഗ്രേറ്റ് ഡിപ്രഷൻ കാലത്ത് സംഭവിച്ചതാണ്. കാരണം കൈവശം പണമില്ല വാങ്ങാൻ, പക്ഷെ സാധനങ്ങൾ ഒരുപാട്. അതാണ് ഈ
ഈ നമ്മൾ ഇതുണ്ടല്ലോ, ഈ ചില മേഖലകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ലോലാൻ പ്രദേശങ്ങളിലൊക്കെ ഈ ലേക്സും കായലുമായിട്ട് ചുറ്റപ്പെട്ട പല പ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. തൃശ്ശൂർ റീജിയനിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ചുറ്റും തൃശ്ശൂർ അത്രയിലും കുട്ടനാടൻ ആലപ്പുഴ മേഖലയിലാണ് കുറച്ചുകൂടി ചുറ്റും വെള്ളമാണ്, പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അതാണ് അവസ്ഥ. ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്, പക്ഷെ വാങ്ങുവാനുള്ള കപ്പാസിറ്റി. അതിനെന്താ ചെയ്യുന്നത്? ഇവരുടെ കൈവശം ഫണ്ട് എത്തിക്കും. അത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ് ഏറ്റവും ബെസ്റ്റ്. അതിന്റെ ഒരു മെസ്സാണ് നിങ്ങൾ നമ്മൾ ആരും അധികം വില കൽപ്പിക്കാത്ത ഈ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് സ്കീം. അത് ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ഡയറക്റ്റ് ഫണ്ടിങ്, ജനങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് എത്തിക്കുക. നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ ലാസ്റ്റ് കേരള ബഡ്ജറ്റിൽ മെയിൻ ആയിട്ടുള്ളത് ജനങ്ങളുടെ കൈവശം ഫണ്ട് എത്തുന്നതിന് വേണ്ടിയുള്ള മെഷേഴ്സാണ് ഗവൺമെന്റ് എടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷനിൽ എങ്ങനെയാണിത്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓൾസോ reduces the negative impact of inflation. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടും. ഇൻഫ്ലേഷൻ എപ്പോഴാണ്? പണപ്പെരുപ്പമാണ്. എപ്പോഴാണ് പണപ്പെരുപ്പം ഉണ്ടാകുന്നത്? പണം ഈ ജനങ്ങളുടെ കൈവശം പണമുണ്ട്, വാങ്ങുവാൻ അത്രയും കൊണ്ട് സാധനങ്ങളില്ല. അപ്പൊ നോർമലി എന്താണ് സാധനത്തിന് കമ്മോഡിറ്റിയുടെ വില കൂടും. നിങ്ങൾ ഈ ട്രോളിംഗ് നിരോധനമുള്ള സമയത്ത് ഫിഷ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫിഷിന്റെ പ്രൈസ് ഒക്കെ വളരെ കൂടിയായി. കാരണം എന്താ? ഫിഷിന്റെ അവൈലബിലിറ്റി കുറവാണ്. അതേ പ്രശ്നമാണ്. ആൾക്കാരുടെ കൈവശം 10 മടങ്ങ് ഇൻകം വർദ്ധിച്ചു, പക്ഷെ അവരുടെ കൺസംഷന് പറ്റുന്ന രീതിയിലുള്ള കമ്മോഡിറ്റീസ് ഇല്ല. അതിനെന്താണ് ചെയ്യേണ്ടത്? ഗവൺമെന്റ് ഷുഡ് സ്റ്റാർട്ട് പ്രൊഡക്ഷൻ, ഷുഡ് ഇൻക്രീസ് പ്രൊഡക്ഷൻ, ഷുഡ് മേക്ക് ദി അവൈലബിലിറ്റി ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ അത് എന്താണ്? ഈ പറയുന്ന പ്രൊഡക്ഷൻ വർദ്ധിക്കും, കൺസംഷൻ കൂട്ടും. കൺസംഷൻ കൂട്ടുമ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് വരും, ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് വരും, വീണ്ടും പർച്ചേസിംഗ് പവർ കൂടും. അത് എക്കണോമിക് വെൽഫെയറിന്റെ കാരണമായി. ഓക്കെ. Then next effect is the last effect is effect on public expenditure, effect of public expenditure on economic growth. Economic growth in പലതരത്തിൽ സഹായിക്കും. Public expenditure will create employment. Public expenditure increases the production and productivity in the private sector. For example, the investment on transportation and communication facilities. ഏതൊരു ഇൻഡസ്ട്രിക്കും അത്യാവശ്യം വേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വേണം. നല്ല റോഡ് ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ വരും. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യും. It is a stimulus to producer in the form of subsidy, loans, grants, tax concession. ഗവൺമെന്റ് അങ്ങനെയും കൊടുക്കാറുണ്ട്. ഇപ്പൊ ഒരുപാട് ഇപ്പൊ നമുക്കറിയാം ഈ കൊറോണ കാലത്ത് ഗവൺമെന്റ് ഒരുപാട് സബ്സിഡി പല സെക്ടേഴ്സിന് കൊടുക്കുന്നു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്, വില്ലേജ് ആൻഡ് കോട്ട ഇൻഡസ്ട്രീസിന്, അഗ്രികൾച്ചർ ഫാമേഴ്സിന്, ഈ കുടുംബശ്രീ യൂണിറ്റ്സുകൾക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ഈ പറയുന്ന പല മേഖലകളിലും ഗവൺമെന്റ് ഒരുപാട് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതേപോലെ ടാക്സ് കൺസെഷൻസ് കൊടുക്കുന്നുണ്ട്, ലോൺസ് ഗ്രാന്റ് ചെയ്യുന്നുണ്ട്, ഗ്രാന്റ്സ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറാണ്. ഇതെല്ലാം എക്കണോമിക് ഡെവലപ്മെന്റിന് കാരണമാണ്. അതേപോലെ investment made by the government in neglected area. There are certain areas in which the private people are not ready to invest in. ഇപ്പോൾ അങ്ങനെ കുറവ്, പക്ഷെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ചില മേഖലകളിലേക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് കടന്നു വരാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ മേഖലകളൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യുന്നതിന് ഗവൺമെന്റ് പബ്ലിക് എക്സ്പെൻഡിച്ചറിലൂടെ കഴിയും. അതേപോലെ പോളിസി മെഷർ, ഗവൺമെന്റ് ഫിസ്ക്കൽ പോളിസി എക്കണോമിക് ഡെവലപ്മെന്റ് വളരെ കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കും. ഗവൺമെന്റ് ഫിസ്ക്കൽ പോളിസി, ടാക്സ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, that also helps in economic policy, that helps in economic stabilization, which in turn leads to economic development. ഇങ്ങനെയുള്ള ഒരു ഇമ്പാക്ട് എക്കണോമിക് ഡെവലപ്മെന്റ് ഈ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിലൂടെ സംഭവിക്കുന്നത് സാധിച്ചെടുക്കുന്നു. So these are the various effects or impact of government expenditure. So ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്ത് നമുക്ക് അത് ചോദിക്കാം.